ഷോപ്പ് ഷീറ്റ്. ഇതാണ് ഈ ഒരു മിനിറ്റ് കഥയ്ക്കുന്നല്ലാണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ആമസോണിൽ നിന്നുള്ള കുറച്ച് ഫാഷൻ ഹാക്സ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ 2-3 വീഡിയോക്ക് ഇതിനെപ്പറ്റി ഇട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊക്കെ അന്ന് തന്ന റെസ്പോൺസ് അടിപൊളിയായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ഞാൻ ലൊട്ടിലൊടുക്ക ഐറ്റംസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, വർക്കിംഗ് ആണോ എന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ തുടങ്ങിയാലും ഇന്നത്തെ അംഗം. സോ ഗൈസ്, ലെറ്റ്സ് ജംപ് ഇൻടു ദ വീഡിയോ. ഇതാണ് ഇൻവിസിബിൾ ലേസ് ലിഫ്റ്റ് അപ്പ് ബ്രാ കേട്ടോ. ബ്രാ പോലെയൊന്നും ഇല്ല, ജസ്റ്റ് 2 സ്റ്റിക്കേഴ്സ് ആണ്, വേറെ ഒന്നിനുമല്ല. നമുക്കിത് ജസ്റ്റ് ബ്രസ്റ്റിനൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യണതാണ്. സ്റ്റിക്കേഴ്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുറകിൽ നമുക്കിത് ഇതുപോലെ ഒരു പേപ്പർ വരുന്നുണ്ട്, സ്റ്റിക്കർ വരുന്നുണ്ട്. നമുക്കിത് മാറ്റിയാൽ ഇവിടെ ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ബ്രസ്റ്റിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടും, ഒരു പുഷപ്പ് കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ ഇത് ഭയങ്കര ചെസ്റ്റൊക്കെ ഉള്ളവർക്ക് എങ്ങനെ വർക്ക് ആവുമെന്ന് എനിക്കറിയില്ല. എനിക്കിത് ഓക്കെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പല സൈസ് ഉണ്ട്, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കുന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇത് ലേസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര എന്താ പറയുക, തിന്നായതുകൊണ്ട് തന്നെ ഓവറായിട്ട് പൊങ്ങി നിൽക്കും അങ്ങനെ ഒന്നുമില്ല. ഇപ്പം നിങ്ങൾ ഇൻവിസിബിൾ ആയിട്ടുള്ള ബാക്ക്ലെസ് ആയിട്ടുള്ളത് ഇടുവാണെങ്കിൽ, സ്ട്രാപ്ലെസ് ആയിട്ടുള്ള ടോപ്സ് ഒക്കെ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം നമ്മളുടെ ആ ഒരു പേസ്ട്രീസ് ഇല്ലേ, നമ്മളുടെ നിപ്പിൾ പേസ്ട്രീസ്, അതുപോലെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. കൂടെ തന്നെ നമുക്കൊരു സപ്പോർട്ടും കിട്ടും. പേസ്ട്രീസ് യൂസ് ചെയ്യാൻ നേരത്തെ നമുക്ക് സപ്പോർട്ട് കിട്ടില്ല, ജസ്റ്റ് ആ ഒരു കവറിങ് മാത്രമേ കിട്ടുള്ളൂ. പകരം ഇത് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു പുഷും കൂടി കിട്ടും എന്നാ പറയണം, നല്ല സപ്പോർട്ട് കിട്ടും എന്നാ പറയുന്നത്. എനിക്കിത് ഓക്കെ ആയിരുന്നു. വലിയ പ്രശ്നം എങ്ങനെയാണെന്ന് അറിയില്ല, നിങ്ങൾ ട്രൈ ചെയ്താൽ മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ട്രാവൽ ചെയ്യാൻ നേരത്തെ കയ്യിൽ വെക്കാൻ പറ്റൊരു ഐറ്റം. ഇത് നമ്മുടെ ഫോണിൻ്റെ ഒക്കെ ബാക്ക് സൈഡിൽ ഒട്ടിക്കണ ഒരു ടൈപ്പ് ഓഫ് സ്റ്റിക്കറാണ് കേട്ടോ. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വീഡിയോസോ ഫോട്ടോസോ ഒക്കെ എടുക്കണ സമയങ്ങളിൽ നമുക്കിത് മതിലിലൊക്കെ പ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മതിലിരിക്കില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് മതിലിരുന്നില്ല. പകരം നമുക്കിത് വേണമെങ്കിൽ ഗ്ലാസ്സുകൾ, അതുപോലത്തെ നമുക്ക് സക്ഷൻ ചെയ്ത് വെക്കാൻ പറ്റുന്ന അടുത്തൊക്കെ ഇത് നല്ല രീതിക്ക് ഇരിക്കും എന്നുള്ളതാണ് കേട്ടോ. ഫോണും അത്യാവശ്യം ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് ലോങ് ഡ്യൂറേഷനിൽ എനിക്ക് എത്രത്തോളം വർക്കിംഗ് ആണെന്ന് അറിയത്തില്ല. എനിക്കൊന്നും ഇത്രയും വെയിറ്റുള്ള സാധനം ലോങ് ഡ്യൂറേഷനിലേക്ക് ഇത് എത്ര വർക്കാവുമെന്ന് എനിക്കറിയില്ല. പകരം നമുക്കിത് ജസ്റ്റ് ഒട്ടുന്നുണ്ട് നന്നായിട്ട്. മിററിലാണെങ്കിലും അതുപോലെ തന്നെ ഗ്ലാസ് സർഫസിലൊക്കെ നന്നായിട്ട് ഒട്ടുന്നുണ്ട്, മെറ്റലിലൊക്കെ ഒട്ടുന്നുണ്ട്. പകരം നമ്മൾ മതിലൊരു പുരുപുരിപ്പുള്ളത് കൊണ്ടിട്ട് മതിലിൽ ഒട്ടറില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ വീഡിയോസ്, പ്രത്യേകിച്ച് നിങ്ങൾ യൂട്യൂബേഴ്സൊക്കെ ആണ് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ, മേക്കപ്പ് വീഡിയോസൊക്കെ എടുക്കാനാണെങ്കിൽ ഭയങ്കര നല്ലതാണെന്ന് തോന്നണം കേട്ടോ. കാരണം ഇത് നല്ല രീതിക്ക് തന്നെ ഗ്ലാസ്സിൽ ഒട്ടിയിരിക്കുന്നുണ്ട്, മിറേഴ്സിൽ, ഗ്ലാസസിലൊക്കെ ഒട്ടുന്നുണ്ട്. മതിൽ ഇത് ഒട്ടണില്ല എന്നുള്ളത് ഒരു ഭയങ്കര വലിയ ഡ്രോബാക്ക് ആണ്. പക്ഷെ ഇതിൻ്റെ ആഡ്സിലൊക്കെ കാണിക്കണത് എല്ലാ സ്ഥലത്തും അടിപൊളിയായിട്ട് ഒട്ടും എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ എല്ലാ സ്ഥലത്തും ഇത് ഒട്ടില്ല, ഗ്ലാസ്സിലും ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ സക്ഷൻ ചെയ്ത് ഇരിപ്പുണ്ട്. കണ്ട ബാക്കിൽ ഇതുപോലത്തെ നമ്മളുടെ ഒക്ടോപ്പസിലുള്ള പോലത്തെ കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് കേട്ടോ. ഇതാണ് ആ ഒരു ഗ്ലാസ്സിലേക്ക് ഒട്ടിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യണത്. നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യും ഇത് ഫോണിൽ ഒട്ടിക്കണേക്കാളും ഫോൺ കവേഴ്സിൽ ഒട്ടിക്കണായിരിക്കും നല്ല. നമ്മുടെ ഫോൺ അങ്ങനെ റൂയിൻ ചെയ്യണ്ട. പകരം നമുക്ക് ഇതുപോലത്തെ ഫോൺ കവേഴ്സിലൊക്കെ ഒട്ടിച്ചത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് കേട്ടോ ഷൂ ഫില്ലേഴ്സ്. ഇതിൻ്റെ ഉള്ളിൽ ഒരു 4 എന്താ പറയുക കോമ്പോസ് ഉണ്ടാവും, 4 പെയർ. അത് തന്നെ വാക്കിട്ടില്ല എനിക്ക്. 4 പെയർ ഉണ്ടാകും. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഷൂസൊക്കെ, അത് ഷൂസ് എന്ന് പറഞ്ഞാൽ പോയിന്റഡ് ടോ ഉള്ളതോ അതുപോലെ ഷൂസ്, എന്തെങ്കിലും ഷൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ടൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇത് കൈൻഡ് ഓഫ് കുഷ്യൻസ് ആണ് കേട്ടോ. കുഞ്ഞു കുഷ്യൻസ് ആണ്. എന്തൊക്കെ ഫാൻസി ഐറ്റംസ് ആണല്ലോ ഇപ്പോൾ ഉള്ളത്. ഇത് കണ്ടോ, കുഷ്യൻസ് ആണ്. ഈ കുഷ്യൻസ് വന്നിട്ട് നമ്മുടെ ഷൂവിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇത് ടൈറ്റ് ആവും എന്നാട്ടാ പറയണ ഷൂസ്. നമുക്കത് സൈസൊക്കെ ഒന്ന് ചെറുതാക്കണമെങ്കിൽ ഇത് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഇത് നമുക്ക് എത്രത്തോളം പ്രൊട്ടക്ഷൻ തരും എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എന്താ പറയുക, ഇത് ഇട്ട് കഴിയാൻ നേരം നമ്മുടെ കാല് കുറച്ചും കൂടി ഒന്ന് ഉള്ളിൽ വന്നിട്ട് ടൈറ്റ് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇത് സൈസ് കൂടുതലാണെങ്കിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഷൂ സൈസൊക്കെ ഒന്ന് കുറയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. ഇത് നല്ല ഐറ്റം തന്നെയാണ്. കാരണം ലൂസൊക്കെ ആയിട്ടുള്ള ഷൂസൊക്കെ ആണെങ്കിൽ നമ്മൾ ഹീൽസ് ഇടുന്ന ഗേൾസിന് അറിയാം അല്ലേ, എപ്പോഴും ഇങ്ങനെ വിട്ടു പോന്നുകൊണ്ടിരിക്കും, കാലിങ്ങനെ ഷൂസിൽ നിന്ന് പോന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ ഫ്രണ്ടിൽ ഇത് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഷൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ഫിറ്റായിട്ട് നമ്മളുടെ ഷൂ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് ബേജ് കളറിലും അതുപോലെ തന്നെ ബ്ലാക്ക് ഷെയ്ഡിലും വരുന്നുണ്ട്. 2 ഷെയ്ഡ്സിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 പെയർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പല സമയത്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പല ഷൂസിലിട്ട് വെക്കാൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഐറ്റം നല്ലതാണ്. മെയിനായിട്ട് ഷൂവിൻ്റെ സൈസ് കുറയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശം. ഈ കാണുന്ന ഐറ്റമാണ് എലാസ്റ്റിക് ബ്രസ്റ്റ് കംപ്രഷൻ ബെൽറ്റ് കേട്ടോ. ഇതല്ലേ 11 ഹുക്ക് ഉണ്ട് മൊത്തത്തിൽ.
ഞാൻ ഇത് ഫസ്റ്റ് തന്നെ നിങ്ങൾ നെഗറ്റീവ് പറഞ്ഞ ഒന്ന് വെറുപ്പിക്കണേ. കാരണം വേറെ ഒന്നുമല്ല, എനിക്കിത് ഇട്ടിട്ട് ശ്വാസം മുട്ടിയിട്ടുണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ, രക്ഷയില്ല കേട്ടോ. കാരണം ഈ 11 ഹുക്സ് ഉള്ളതിൽ 1ഉം 2ഉം അതുപോലെ തന്നെ സെക്കൻഡ് ലാസ്റ്റും ഇവിടുന്ന് സെക്കൻഡ് ഇടാൻ പറ്റും. ഈ നടുക്കത്തെ പോർഷൻ ഇടാനേ പറ്റണില്ല. നിങ്ങൾ ഓർക്കണം, ഇത് അത്യാവശ്യം ഹെവി ചെസ്റ്റ് ഉള്ളവർക്കൊക്കെ ഇത് കംപ്രസ് ചെയ്യാൻ യൂസ് ചെയ്യണതാണ്. ഈ സ്മോൾ ചെസ്റ്റുള്ള എനിക്ക് പോലും ഇത് എത്തണില്ലെന്നുള്ള സത്യം. ഇവൻ നമ്മൾ കഷ്ടപ്പെട്ട് ഇട്ടാൽ തന്നെ എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ വേണ്ട, അതിന് മുന്നേ നമ്മൾ ശ്വാസം മുട്ടി മരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും ടൈറ്റ് ആണെന്നുള്ളതാണ് സത്യം. ഭയങ്കര അൺകംഫർട്ടബിൾ ആട്ടോ. എന്തിനാ ഇങ്ങനത്തെ സാധനങ്ങൾ എന്നൊക്കെ ഞാൻ ആലോചിക്കണം. അത്രയ്ക്ക് നിങ്ങൾക്ക് ചെസ്റ്റിന്റെ പ്രശ്നമൊക്കെ ഉണ്ട്, ഭയങ്കര ഫ്രണ്ടൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കണ്ടെങ്കിൽ നിങ്ങൾ മിനിമൈസർ ബ്രാസ് യൂസ് ചെയ്താൽ മതി. ഒത്തിരി സൈറ്റിൽ ഇപ്പോൾ മിനിമൈസർ ബ്രാസ് ഒക്കെ അവൈലബിൾ ആട്ടോ. ഈ പരിപാടിക്കൊന്നും നിൽക്കല്ലേ. ഞാനിത് ആദ്യം ഓർഡർ ചെയ്ത് കണ്ടപ്പോൾ ഞാൻ ഓർത്തത് ഓക്കെ, ഞാൻ ഏതോ ഒരു ഷേപ്പ് വെയർ ഓർഡർ ചെയ്തെന്നാട്ടോ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ്, എന്നാലും ഇത് എത്തൂല. അത് നോക്കി, ഇത് കണ്ടോ ഇത് പണിയാന്നറിയാം. ഇത് വലിച്ചിങ്ങോട്ട് ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളത് മേടിക്കേണ്ടെന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം ഇത് ഹുക്സ്, ഈ 11 ഹുക്സ് ഇട്ട് വരുമ്പോൾ തന്നെ ഏകദേശം ഒരു അരമണിക്കൂറോളം എടുക്കും. പിന്നെ ഇത് ഭയങ്കര ടൈറ്റാണ്, അൺകംഫർട്ടബിൾ ആണ്. ചെസ്റ്റ് കുറയ്ക്കാനെന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയേക്കണ ഒരു ടൈപ്പ് ഓഫ് എലാസ്റ്റിക് വലിയ ഊട്ട ഡബ്ബറാണ്. ഉണ്ടോ, എലാസ്റ്റിക് ടൈപ്പ് ഓഫ് സാധനമാണ്. പക്ഷെ ഇത് ഒട്ടും യൂസ്ഫുൾ അല്ല, മേടിക്കേണ്ട. നിങ്ങൾ ട്രെയിനിൽ ട്രാവൽ ചെയ്യുവാണെങ്കിലും അതുപോലെ തന്നെ ബൈ റോഡൊക്കെ ട്രാവൽ ചെയ്യുവാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. നിങ്ങൾക്ക് കൈ കഴുകാനും ഒക്കെ ഇത് ഭയങ്കര നല്ലതാണ്. ഇതാണ് സോപ്പ് ഷീറ്റ്സ്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിപ്പം അത്യാവശ്യം ഒന്ന് കൈയൊക്കെ കഴുകണം. അതിനുവേണ്ടി നമുക്കൊരു സോപ്പ് ബാറൊക്കെ കൊണ്ടുനടക്കാൻ പറ്റില്ല. ചില സമയത്ത് ഹാൻഡ് വാഷും വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ അതൊക്കെ പണിയാണ് അല്ലേ. പകരം ജസ്റ്റ് ഇത് ഒരു ഷീറ്റ് എടുക്കുക. ഇതുണ്ടോ, ഭയങ്കര തിന്നായിട്ടുള്ള ഷീറ്റാട്ടോ. ഇത് തുറക്കുക, ഒരു ഷീറ്റ് എടുക്കുക, കൈ വെള്ളത്തിൽ കഴുകുക. നമ്മൾ കഴുകണ കൂടുതൽ തന്നെ ഇത് ഒരു ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് പതയുകയും ചെയ്യും. പിന്നെ ഞാൻ ഒരു ലാവൻഡറും സ്മെല്ലിൻ്റെ ആയിട്ട് മേടിച്ചത്, അവിടെ നല്ല ലാവൻഡറിൻ്റെ മണമുണ്ട്. നമുക്കിത് കയ്യിൽ കൊണ്ടുനടക്കാൻ എളുപ്പമാണ്. സോപ്പാകുമ്പോൾ നമുക്കത് നനഞ്ഞു കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ പണി. അത് പിന്നെ പ്രത്യേകമായിട്ടുള്ള പാക്കേജിൽ കൊണ്ടുവരണം. മൊത്തത്തിൽ മെസ്സാണല്ലേ. അപ്പോൾ ആ ഒരു മെസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇത് ഭയങ്കര നല്ലൊരു ഐറ്റമാണ്. നമുക്ക് ഹാൻഡ് ബാഗിലൊക്കെ ഇട്ട് നടക്കാം. അത്രയ്ക്ക് ചെറിയൊരു പാക്കേജിങ് ആയതുകൊണ്ടിട്ട് അതും ഭയങ്കര നല്ലതാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാറിലൊക്കെ വെക്കാനായിട്ട് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലും അത്യാവശ്യം നമ്മളിപ്പം ഫുഡ് കഴിക്കുവാണെങ്കിൽ തന്നെ ജസ്റ്റ് നമ്മൾ ബോട്ടിലൊക്കെ വെച്ച് കൈ കഴുകുവാണെങ്കിൽ കൂടെ തന്നെ ഇതൊന്നിട്ട് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു എണ്ണമെഴുക്കും കാര്യങ്ങളൊക്കെ പോകും. നല്ല റേറ്റാണ്. ഇതെന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്തു. ഇത് ഭയങ്കര വലിയൊരു സോക്സ് ആണ് കേട്ടോ. ഇത് പാക്ക് ഓഫ് 2 ആണ് വരണത്. ബേജ് കളറും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും ഉണ്ട്. 2 പേരിൽ വരുന്നുണ്ട്. ഇത് വേറൊന്നുമല്ല, നമുക്ക് വെയിലത്തൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള, വണ്ടി ഓടിക്കാൻ നേരത്തൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് പിള്ളേരെ. ഇതൊക്കെ ഞാൻ കോളേജ് ടൈമിൽ ഈ സാധനങ്ങളൊക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ പോയിക്കൊണ്ടിരുന്നേച്ച്. അന്ന് റൈഡർ ശരണ്യായിരുന്നു കണ്ടോ. നമുക്കിപ്പോൾ വെയിലത്തൊക്കെ പോവുകയാണ്, നമ്മൾ ഹാഫ് സ്ലീവ് ഒക്കെയാണ് ഇടണമെങ്കിൽ നമുക്കിത് ഭയങ്കര നല്ലതാണ്. കൈ ഒട്ടും വെയിൽ കൊള്ളാണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. ഓവറായിട്ടുള്ള ഹാർഷ് സൺലൈറ്റിൽ നിന്നൊക്കെ നമുക്കിത് ഒഴിവാക്കാം കേട്ടോ. കൂടെ തന്നെ നിങ്ങൾ ബോയ്സ് ആണ്, ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നിങ്ങളുടെ ടീഷർട്ടിൻ്റെ സ്ലീവ് ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിക്കൂടി ഇടാവുന്നതാണ്. ഒരു ഓഡ് ഫീലും ഇല്ല, കൊള്ളാം ഇത് മൊത്തത്തിൽ. ഞാൻ പൂനെയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നാണ് ഞാൻ ഈ ഐറ്റം ആദ്യമായിട്ട് കാണുന്നത്. നമുക്ക് അത്യാവശ്യം സ്കൂട്ടി ഓടിക്കുന്നവർക്ക് ഇത് ഭയങ്കര നല്ലതാണ്. ഡ്രൈവ് ചെയ്യണവർക്ക് ഇത് ഭയങ്കര നല്ലതാണ്. സ്കൂട്ടി മാത്രമല്ല, ബൈക്കൊക്കെ ഓടിക്കുന്നവർക്ക് ഇത് ഭയങ്കര നല്ലതാണെന്നുള്ളതാണ്. ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വെയിൽ കൊണ്ട് വേറെ കളറൊന്നും ആവില്ല. അല്ലെ കാണാമല്ലേ, ചിലവർക്ക് ഇവിടെ നിന്ന് വേറെ കളറ്, ഇവിടെ നിന്ന് വേറെ കളർ, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അപ്പോൾ അവർ നമുക്കിത് ഇടുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ വെയിൽ കൊള്ളണം ഒഴിവാക്കാം. കൂടെ തന്നെ നല്ല കംഫർട്ടബിൾ ആണ്, സോഫ്റ്റ് ആണ് ഭയങ്കര. അതുകൊണ്ട് ഇത് ഭയങ്കര നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് സ്കിൻ കളർ വേണമെങ്കിൽ ഇതേ സ്കിൻ കളറും ഉണ്ട്, ബ്ലാക്ക് വേണമെങ്കിലും ബ്ലാക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ജാക്കറ്റിൻ്റെ കൂടെ, ജാക്കറ്റ് ഇടാൻ നേരത്തെ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല, ഷോർട്ട് സ്ലീവ് ഒക്കെ ഇടുകയാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ്. ഇത്രയും ഭാഗം നമ്മുടെ ഹാൻഡിലിൻ്റെ അടിയിലേക്ക് പോകേണ്ട അത്രയും ഇഷ്യൂ ഇല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു കവറിങ് കിട്ടും കേട്ടോ. ഇതുണ്ടോ, നല്ല റേറ്റ് അല്ലേ. ഞാൻ ലിങ്ക് എന്തായാലും കൊടുക്കാമേ. അപ്പോൾ ഇത്രയും കാണിച്ചതിൽ കുറേയൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് ഐറ്റം, പ്രത്യേകിച്ച് ഈ സാധനം മേടിക്കരുത് നിങ്ങൾ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആണ് നമ്മുടെ ഇന്നത്തെ ഹാക്സിൽ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ആമസോണിൽ നിന്നൊക്കെ മേടിച്ച് ട്രൈ ചെയ്യട്ടോ. കാരണം ചിലത് വർക്കാവും, 50-50 ആണ് പിന്നെ ചാൻസസ്. അപ്പോൾ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഫേവറേറ്റ് ഏത് ഐറ്റമാണെന്ന് പറയണേ. എൻ്റെ ഫേവറേറ്റ് ഈ ഒരു സോക്സ്, ഡ്രൈവ് ചെയ്യാൻ നേരത്ത് കയ്യിലിടണം. ഞാൻ അത്യാവശ്യം വണ്ടിയൊക്കെ ഓടിക്കാറുണ്ട്. അപ്പം ഇങ്ങനെ കയ്യിലൊക്കെ കംഫർട്ടബിൾ ആയിട്ട് നമുക്കിനി ജാക്കറ്റ് തപ്പി പോകണ്ട, ഇതങ്ങ് വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സുഖമാട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണ് താഴത്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.